അതാ നാടകം അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ മറ്റേ ഇങ്ങനെ എന്തോ കൈയൊക്കെ എടുത്ത് ലങ്കാലക്ഷ്മിയിലെ ഒരു പാട്ടൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അഭിനയിക്കാൻ എങ്ങനെ പുള്ളി എങ്ങനെ നല്ല നടനാണ് മോഹൻ, നല്ല നടനാണ്. അയാൾക്ക് ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ നമുക്ക് ഒരുപാട് പേരുണ്ട് നല്ല നടന്മാർ. ഇപ്പം നിലവിലുള്ള നടന്മാരെക്കാളും കൂടുതൽ കഴിവുള്ള നടന്മാർ ഉണ്ടാവും. ധാരാളം നടന്മാര് വെളിയിൽ ഈ ലൈംലൈറ്റിലേക്ക് എത്താതെ നിൽക്കുന്നുണ്ടാവും, കണ്ടെത്തപ്പെടാതെ. ഇപ്പോൾ നമ്മുടെ ജയിൽ പുള്ളി അയാൾക്കെതിരായിട്ടുള്ള കുറ്റം കണ്ടുപിടിക്കപ്പെടുകയും അത് അയാൾക്കെതിരായി അത് തെളിയിക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. കണ്ടുപിടിക്കാതെയും തെളിയിക്കപ്പെടാതെയുമുള്ള ഒരുപാട് കുറ്റവാളികൾ പുറത്തുണ്ടെന്ന് പറഞ്ഞ പോലെ അവസരം കിട്ടാത്ത നടന്മാർ ഒരുപാട് പേരുണ്ടാവാൻ പുറത്ത്. അല്ല, എന്തായാലും ഒരു കലാകാരൻ കഴിവുണ്ടെങ്കിൽ ഒരു ദിവസം തെളിയുന്നുള്ള പറയുന്നത് അത് ശരിയാണ്. തെളിയുമെന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. കാരണം വെച്ചാൽ ഏതെങ്കിലും തരത്തില്ല ആ സിനിമയിൽ വരും. പക്ഷേ അല്ലെങ്കിൽ ഒട്ടും കഴിവില്ലാത്ത ആ കഴിവുണ്ടെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വിചാരിക്കുന്ന കഴിവുകളുണ്ടായില്ലെന്ന് വരാം. കഴിവുള്ള ആൾക്കാർ വരും, അല്ലെങ്കിൽ കഴിവില്ലെങ്കിലും വരും, അല്ലെങ്കിൽ പരിശ്രമശാലികളും വരും. പരിശ്രമശാലികൾ വന്നതിന് ശേഷം ഒരുപാട് അതീവ ഭീകരമായിട്ട് പരിശ്രമിച്ചാൽ നന്നാവും. അതിനുള്ളൊരു പാഷനല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത്. സിനിമയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ നമ്മൾ വരുന്നതിന് മുമ്പ്, സിനിമയിൽ ഇപ്പോൾ നടനാകുന്നതിന് മുമ്പ് എനിക്ക് അഭിനയം എന്താണെന്നോ അഭിനയിക്കണമെന്നോ അങ്ങനെ പറയും. സിനിമയിൽ എങ്ങനെയും കയറി പറ്റുക എന്നുള്ളതാണ്. പിന്നെയാണ് അഭിനയം വരുന്നത്. അല്ല, ഈ മോഹൻ ഇതേ കഥാപാത്രമാണ് ഇങ്ങനെ എന്നിട്ട് തെളിയുന്നുണ്ടോ? മോഹൻ സ്കൂൾ നാടകങ്ങൾ, മോഹൻ്റെ നാട്ടുമ്പുറത്ത് നാടകങ്ങൾ, പിന്നെ സിനിമകൾ പത്മരാജൻ, ഭരതൻ മുതലായുള്ള സിനിമ, അങ്ങനെയൊക്കെ ഒരു ആൾക്കാരുണ്ടല്ലോ. ഒരു പ്രത്യേകതരം സിനിമകളും നാട്ടുമ്പുറത്തിലെ നാടകങ്ങളൊക്കെ അഭിനയിക്കുകയും നല്ല ബെസ്റ്റ് ആക്ടർ കിട്ടുകയും നാട്ടിലും തനിക്ക് അറിയാവുന്ന ആൾക്കാരിലും നല്ല ഭയങ്കര ഒടുക്കത്ത് അഭിനയം. മറ്റേ കഥാപാത്രം പറഞ്ഞില്ല, പൊട്ടക്കണ്ണനായിട്ട് അഭിനയിച്ചിട്ട് ഞാൻ തന്നെ എന്നും കാണുന്ന ഞാൻ തന്നെ വിചാരിച്ചു പോയി പൊട്ടക്കണ്ണനാണ്. അങ്ങനത്തെ നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആളായിട്ട് തന്നെയാണ് മോഹനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അത് മോഹന് ചുറ്റുള്ള ആൾക്കാർ മാത്രമേ അറിയുന്നുള്ളൂ. മോഹൻ വിചാരിക്കുന്നു ഞാൻ നല്ല ആക്ടറാണ്. ഒരു കൂട്ടുകാരൊക്കെ പറയുന്നു നീ നല്ല നടനാണ്, നീ കലക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ആവേശം മൊത്തം എത്ര പേര് അന്നത്തെ കാലത്ത് മദ്രാശിക്ക് വണ്ടി കയറിയിട്ടുണ്ട്, എത്ര പേര് TV സീരിയൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. എല്ലാവർക്കും നടന്മാരാകാൻ പറ്റില്ല. പക്ഷേ ഈ നടന്മാരെല്ലാം ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ പരിഹാസ്യനാകുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടല്ലോ. പരിഹാസ്യരാകുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഈ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ അപമാനിതരാകുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴുമാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ, സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെയൊന്നും സിനിമയിൽ അഭിനയിക്കാൻ കൊള്ളിലിടോ, പോയി വേറെ പണി നോക്ക് എന്നാരെങ്കിലും പറയുന്നതൊക്കെ ഒരുപക്ഷെ ഒരു ആക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഈ തിരശ്ശീലയിൽ കാണുന്ന മഹാനടന്മാരെ കണ്ട് നമ്മൾ ആരാധിക്കുകയും അവരിലൊരാളാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളിതിനൊന്നിനും കൊള്ളില്ല, നമ്മൾ ശുദ്ധമായിട്ടുള്ള യൂസ്ലെസ് ആണെന്ന് പറയുമ്പോൾ അത് ടു മച്ച്, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ, അതിലെന്താണ് അപരാധം ഇതുപടി വഴി പറയാൻ, അനുദിനമലയും പല പല വഴിയേ നിലവിനു പിറകെ ആരെടുക്കും ഇനി ഇതിനൊരു നടപടി. സ്വപ്നമൊരു ചാക്ക് അലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞു വിളിക്കേട്ട് ഇവന് വഴി കാട്ട്. നമ്മുടെ സിനിമയിൽ തന്നെ കുറേ ചെറിയ വേഷങ്ങളിൽ പല പുതിയ ആൾക്കാരെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അവരൊക്കെ ഷൂട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ചിലപ്പോൾ നോക്കില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ശ്രദ്ധയിലേക്കായിരിക്കും. ഇടയ്ക്ക് എന്നെ വിളിച്ചിരിക്കും, ആരടാ അത് കൊള്ളാമല്ലോ പെർഫോമൻസ്, അവനെ കൊണ്ടാണ് ഡബ് ചെയ്യിക്കണം. ഇത് കൃത്യമായിട്ട് എന്നോട് പറയുന്നുണ്ട്. ആ പുള്ളി അവരറിയുന്നില്ല, നമുക്ക് അങ്ങനെ അവരെ കാണുമ്പോൾ ചിരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു. പക്ഷേ ശരിക്കും നമുക്ക് ഇത്രമാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ പിന്നെ അവരോട് ചെന്ന് പറഞ്ഞു, നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളോട്, നിങ്ങളെ കൊണ്ട് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഉഷാറായിട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര എനർജി കൂടും. അങ്ങനെ നമ്മളൊരു 5-8 പേരെങ്കിലും നമ്മൾ പുതിയ ആൾക്കാരെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ ആർട്ടിസ്റ്റുകളെ. അല്ല, മോഹൻ ഇതുപോലെ തന്നെ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. എന്നിട്ട് മോഹൻ നടനായി തീരുന്നുണ്ടോ ചിത്രത്തിൽ? മോഹൻ നടനായി തീരുമാനിക്കാം. അത് നമ്മൾ അതല്ല, അത് നമ്മൾ അങ്ങനെ പടത്തിൽ അങ്ങനെ നടനാവുന്നോ ഇല്ലോ എന്ന് പറയുന്നില്ല. പറയാം, ആകാതിരിക്കാം. അല്ല, തിയേറ്ററിൽ കാണുന്നപ്പോൾ നമ്മളെന്തോ ഒളിച്ചു വെക്കുന്ന പോലെ അല്ലേ. നടനാവോ ഇല്ലയോ എന്നുള്ളത്, നടനാവില്ല എന്ന് നമ്മൾ പറയുന്നതാണോ നടനാവണോ എന്ന് പറയുന്നതാണോ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ തിയേറ്ററിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ പടത്തിൽ ആദ്യ ദിവസം കാണിക്കില്ല, നാളെ വരാൻ പറയും. ഞാൻ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ വക്കീലായിട്ടൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് എനിക്ക് വന്ന സമയത്തുണ്ടായിരുന്നു. ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ആളാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, സിനിമയിൽ നന്നാവണമെന്ന് അതിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിക്കണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം വക്കീൽ പണി പഠിച്ച് അത് റെഡിയാക്കി വെച്ചത്. ഇതില്ലെങ്കിൽ അത്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക്. ഇതൊന്നും ഈ അവസരം കിട്ടാതെ നമുക്ക് പിന്നെ പലപ്പോഴും കുടുംബ സാഹചര്യങ്ങൾ, പ്രാരാബ്ധങ്ങൾ, സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവിതം പാഴാകും. ഒരു ജോലി ഉണ്ടെങ്കിൽ കുടുംബം നോക്കാൻ പറ്റും. പിന്നെ എപ്പോഴും പണ്ടത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ചൻ പറയാറുണ്ട്, കുഞ്ചൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും അത്രേ, നീ എന്തിനാടാ ഈ സിനിമയും കളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ?
അതായത് സിനിമ ഒരിക്കലും ഒരു സീരിയസ് ആയ പണിയായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ അവരുടെ വേദനയും വേർപ്പും എല്ലാം ഉണ്ട് ഈ ബെസ്റ്റ് ആക്ടറിൽ. അതായത് സിനിമയൊന്നും ഇപ്പോൾ ഉള്ളവരോ ഇനി വരാൻ പോകുന്നവരോ ആരും ഒരിക്കലും സിനിമയിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് സിനിമാ താരങ്ങളാക്കി അവതരിപ്പിച്ചവരല്ല. അങ്ങോട്ടുള്ള വഴി അത്രത്തോളം ദുർഘടവും അത്രത്തോളം കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു എന്നുള്ളത് ഈ സിനിമ മനസ്സിലാവില്ല. ഈ സിനിമയിൽ ഏകദേശം ഭാഗങ്ങളെ മനസ്സിലാവുള്ളൂ. മാർട്ടിൻ എങ്ങനെ ഈ വേദനകൾ മനസ്സിലാക്കാൻ സാധിച്ചു? മാർട്ടിൻ സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ആളാണ്. എന്നിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ട് എന്താണ് അഭിനയിക്കാതിരുന്നത്? എന്താ? ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട്. 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചോട്ടാ മുംബൈയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചോട്ടാ മുംബൈയിൽ ചോട്ടായിട്ട് അഭിനയിച്ചിട്ട് പുള്ളിയാ ആദ്യം കൊല്ലപ്പെടുന്ന ആളാണ്. അപ്പൊ അതൊക്കെ ഇതുപോലെ ചാൻസ് ചോദിച്ചിട്ട് കിട്ടിയതാണ്? അല്ലെങ്കിൽ പല സീനുകളും പുള്ളിയുടെ സ്വന്തം അനുഭവമാണ് അല്ലേ? Here we go, watching the big show. He's growing, he's moving, he's going the way to go. Right, left, right. He's gonna be alright. He's gonna fly high up, 'cause he's got it right. പൊട്ടിച്ചിരിയുടെ അസുലഭ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് ഫലിത പർവ്വങ്ങൾ തീർത്തവർ. മത്സരക്കളത്തിലെ നർമ്മഭാവനയുടെ മർമ്മങ്ങൾ അറിഞ്ഞ് പരസ്പരം പടപൊരുതാനിറങ്ങിയപ്പോൾ വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ പന്താവിലെ 100 എപ്പിസോഡുകൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടുകയായി. ചിരിയുടെ ചിന്മയ കാഴ്ചകൾ ഒരുക്കിയ ഇവർക്കൊപ്പം അഭ്രപാളിയിലെ സ്വപ്ന താരങ്ങളും അണിനിരക്കുമ്പോൾ ചാനൽ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായവുമായി വോഡഫോൺ കോമഡി സ്റ്റാർസ്